കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ മാനേജ്മെന്റ് വിലക്കിയ സംഭവത്തിൽ വിവാദം. വിഷയത്തിൽ കുട്ടിയുടെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും തമ്മിലെ തർക്കം സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. വസ്ത്രത്തിന്റെ കാര്യത്തിൽ മാനേജ്മെന്റുകൾ ഇടപെടാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പ്രതികരിച്ചു. മാഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺകൊച്ചും ഉപയോഗിക്കുന്നത്. അതില് ഇവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങളാണ് ഇത് വിശദീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സെന്റ് റീത്ത സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ മാനേജ്മെന്റ് വിലക്കിയത്. ഇതിന് പിന്നാലെയാണ് കുടുംബം പരസ്യമായി സ്കൂളിനെതിരെ രംഗത്ത് വന്നത്. സമൂഹമാധ്യമങ്ങളിലൂടെ വിഷയം ചർച്ചയാവുകയും ചെയ്തു. ശിരോവസ്ത്രം ധരിച്ചതിന് സ്കൂളിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പിതാവ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. എന്നാൽ സ്കൂൾ ഡയറിയിൽ നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിക്കാത്തതിനാലാണ് നടപടിയെടുത്തതെന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ വിശദീകരണം. വിവാദമുയർന്നതോടെ മാനേജ്മെന്റ് സ്കൂളിന് 2 ദിവസത്തെ അവധി നൽകി. ഒന്ന്, ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ട്. യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിശേഷം വരും. പ്രശ്നത്തിന് പിന്നാലെ സ്കൂളിന് പോലീസ് സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മാനേജ്മെന്റ്. അതേസമയം സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹോനാൻ മാർ മിൽത്തിയോസ് രംഗത്തെത്തി. അധ്യാപികമാർക്കില്ലാത്ത നിബന്ധന എന്തിന് കുട്ടികൾക്കെന്നും കുങ്കുമവും കുരിശുമാലയും നിരോധിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകൾ വിദ്യാർത്ഥിനിയുടെ ശിരോവസ്ത്ര നിരോധനത്തിനായി നിലകൊണ്ടത് സൂചിപ്പിച്ചായിരുന്നു പോസ്റ്റ്. മീഡിയ 1, കൊച്ചി.